everyone, I'm Anvi. Welcome back to our channel. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഹെയറിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് 2 months ago. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ പറയാനാണ്, കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് കൊടുക്കാവുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതലും ഡാമേജ്ഡ് ആയ ഹെയറിനൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി സ്ട്രൈറ്റ് ലുക്ക് ഒന്നും വേണ്ടാത്തവർക്ക് എൻഡിൽ കുറച്ച് കേൾസ് ഒക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. 8 to 6 months വരെ നമുക്ക് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ വല്ല പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നല്ലൊരു റിവ്യൂ ഉള്ള ഒരു സലൂണിൽ തന്നെ പോകാൻ നോക്കണം. ബിഫോർ അല്ല ഹെയർ ഞാനിവിടെ കൊടുത്തേക്കാം. ആഫ്റ്റർ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 to 4 hours ഒക്കെ എടുക്കും. അതനുസരിച്ച് വേണം നമ്മൾ നേരത്തേക്ക് പോകണം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്നും കോംബ് ചെയ്ത് നന്നായിട്ട് നോക്കുക എന്നാണ്. നമുക്ക് പിന്നെ സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ വാഷ് കഴിയുമ്പോഴും നമ്മുടെ ഹെയർ നമ്മുടെ പഴയ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നോർമൽ വാഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആ ഒരു എഫക്റ്റ് പോവും. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹെയർ നന്നായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞും നന്നായിട്ട് കൊഴിയും. നന്നായിട്ടെന്നല്ല, നമ്മുടെ നോർമലി എങ്ങനെയാണ് കൊഴിയുന്നത് അതുപോലെ തന്നെ കൊഴിയും. അല്ലാതെ ഇത് ചെയ്താൽ നമ്മുടെ മുടി കൊഴിയാതിരിക്കും അങ്ങനെയൊന്നുമില്ല. പിന്നെ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് എന്നും കോംബ് ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കാൻ നോക്കണം. സൂക്ഷിച്ചാൽ പിന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്തും ചെയ്യാൻ തുടങ്ങും. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് സ്പാ ചെയ്യേണ്ട ആവശ്യമൊന്നുമല്ല. പിന്നെ നമ്മൾ ഹെയർ പാക്സ് ഒന്നും അധികം യൂസ് ചെയ്യാതെ നോക്കുക. പിന്നെ ഓയിൽ ഒട്ടും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാതെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യാം. ഒന്ന് ഒതുങ്ങി കിടക്കണമെങ്കിൽ സിറം യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആഴ്ച 1 or 2 വട്ടം ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് സലൂണിൽ തന്നെ പ്രിഫർ ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും വെച്ച് വേണം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ. നിങ്ങൾക്ക് സലൂണിൽ നിന്ന് പറയുന്ന ഷാമ്പൂ അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെ നല്ല റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിലിക്കോൺ ഫ്രീയും പാരബൻ ഫ്രീയും ആയിട്ടുള്ള ഏത് ഷാമ്പൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കെരാക്കിയറിൻ്റെ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കണ്ടീഷണറും ഉണ്ട്. കണ്ടീഷണർ യൂസ് ചെയ്തില്ല നമ്മുടെ ഹെയർ നല്ല ഫ്രിസി ആയിട്ട് കിടക്കും, അതറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ഷാമ്പൂവും കണ്ടീഷണറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ, ഷാമ്പൂ നമുക്ക് നോർമലി എങ്ങനെയാണ് ഷാമ്പൂ ഹെയർ വാഷ് ചെയ്യുക അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യണം. പിന്നെ കണ്ടീഷണർ 5 or 10 minutes കണ്ടീഷണർ തേച്ചിട്ട് അവിടെ തന്നെ വെക്കാൻ നോക്കുക. കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ കുളിച്ചിട്ട് വന്ന് നമുക്കൊരു സെറമൊക്കെ തേച്ച് നമ്മുടെ കോമ്പൊക്കെ ഒന്ന് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് എനിക്ക് ഓഫർ പ്രൈസിനാണ് കിട്ടിയത്. എനിക്ക് രണ്ടിനും കൂടെ ഒരു 1500 സംതിങ് ആണ് കിട്ടിയത്. ആ ഒരു 1500 ആ റേറ്റിലാണ് കിട്ടിയത്. പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 1200 രൂപ വീതമാണ്. അതുപോലെ തന്നെ കണ്ടീഷണറിനും 1200 ആണ്. അപ്പം ഒരു 2000 സംതിങ് ആവും. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിലിക്കൺ ഫ്രീ അല്ലെങ്കിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പൂ നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ നന്നായിട്ട് സ്കാൽപ്പിൽ ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നന്നായിട്ട് കെയർ ചെയ്യാൻ നോക്കണം. നല്ല ഫ്രിസി ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ രാത്രിയിലൊക്കെ കിടക്കുന്നത്, ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കുന്നത് കണ്ടോ, അതുപോലെ വേണം കിടക്കാൻ. നമ്മുടെ ഹെയർ ഒന്ന് ബാക്കിലോട്ടാക്കി കിടക്കണം. ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെയർ ടൈ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലുക്ക് തന്നെ വേണമെങ്കിൽ മാക്സിമം കേളി പ്രോസസ്സിലേക്ക് പോകാതിരിക്കണം. എക്സാമ്പിൾ, നിങ്ങൾ പിന്നെയൊക്കെ ഇടത്തില്ലേ, അതുപോലെ തന്നെ വേറൊരു ഹെയർ സ്റ്റൈൽ, ഇപ്പം പിന്നി ഉള്ള ഹെയർ സ്റ്റൈൽ, അതൊന്നും ട്രൈ ചെയ്യാതെ നോക്കണം. എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിലൂടെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, എൻ്റെ ഹെയർ പഴയതുപോലൊക്കെ ആവുന്നുണ്ട് ഓരോ വാഷ് കഴിയുമ്പോഴും. പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. പണ്ടത്തെ പോലെ ആ ഫ്രിസ്നെസ് ഒന്നും ഇല്ല ഹെയറിന്. എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ഹെയറിന് ലെങ്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഈ ഷാമ്പൂവിനും കണ്ടീഷണറൊക്കെ നല്ല മണമാണ് കേട്ടോ. നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നാൽ നല്ല മണമാണ്. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കണം. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് കൊടുക്കണം. ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.